പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊടുവള്ളിയിൽ മോഷണ ശ്രമം ആരോപിച്ച് 12 വയസ്സുകാരനെ മർദ്ദിച്ചതിൽ കുട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടി കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഒളിവിൽ പോയ കുട്ടിയുടെ ബന്ധുക്കൾക്കായി അന്വേഷണം ഊർജിതമാണ്. ആകാശ് വിവരങ്ങളുമായി ചേരുന്നു. ആകാശെ, 12 വയസ്സുള്ള ഒരു കുട്ടിയോട് കാണിച്ചത് കൊടും ക്രൂരതയാണ്. എങ്ങനെയാണ് പോലീസ് നടപടികൾ? തീർച്ചയായും സേതുലക്ഷ്മി, ഒരു കുട്ടിയോട്, ഒരു 12 വയസ്സുകാരനോട് അവൻ്റെ പിതാവിൻ്റെ ബന്ധുക്കളാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കുട്ടിയെ ഈ ബന്ധു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ട് കാലും കൈയും ബന്ധിച്ചുകൊണ്ടായിരുന്നു ഈ മർദ്ദനം ഉണ്ടായിരുന്നത്. മർദ്ദിക്ക് മാത്രമല്ല, ഇവൻ്റെ ദേഹത്തുണ്ടായ മുറിവുകളിലെല്ലാം മുളക് പുരട്ടുകയും കണ്ണിലും മുഖത്തും മുളക് വെള്ളം ഒഴിക്കുകയും ചെയ്തു. നഖത്ത് ഈർക്കിൽ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ ബന്ധുക്കൾ ഈ മോഷണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് ഇത്തരം വലിയൊരു ക്രൂരത നടത്തിയിരിക്കുന്നത്. പിന്നീട് അർദ്ധരാത്രിയിൽ ഈ കുട്ടി ഈ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി. നാട്ടുകാരാണ് ഇവരെ ആദ്യം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ പരാതി ഈ കൊടുവള്ളി പോലീസ് ആദ്യം സ്വീകരിച്ചില്ല. കുട്ടി കാര്യങ്ങളെല്ലാം കൊടുവള്ളി പോലീസിനോട് പറഞ്ഞിട്ട് പോലും ഇവർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അവർ അന്വേഷണത്തിനായി ഉത്തരവിറക്കി. അതിനുശേഷം റൂറൽ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ കൊടുവള്ളി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ബന്ധുക്കളുമായി, ഈ കുട്ടിയുടെ ഈ മർദ്ദിച്ച ബന്ധുക്കളുടെ പിടികൂടുന്നതിന് ആവശ്യമായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ നിലവിൽ ഒളിവിലാണ്. ഈ പ്രതികളെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ്. അതിനാൽ തന്നെ ഇവരെ പിടികൂടണം. അതിനാൽ തന്നെ അതിനായുള്ള അന്വേഷണം SIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടർന്ന് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയോട് അതിക്രൂരമായ കൃത്യമാണ് ഇവർ ചെയ്തതെന്ന് കൃത്യമായി തന്നെ ഈ CWC വിലയിരുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായത്. അതിനുശേഷം മാത്രമാണ് കൊടുവള്ളി പോലീസ് അന്വേഷണം ഏറ്റെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പറയാം, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയും ഉൾപ്പെടെ കൗൺസിലിങ്ങിന് വിധേയമാക്കി കുട്ടിയെ ഒരു താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. നിലവിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. അതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ പോലീസ് അവിടെ ചെന്ന് തന്നെ കാണുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ ബന്ധുക്കൾക്കെതിരെ ഉണ്ടായത്. ഈ മോഷണം പോയി എന്ന് പറയുന്ന വസ്തു, ഈ കുട്ടി മോഷ്ടിച്ചെന്ന് പറയുന്ന വസ്തു പിന്നീട് ഇവർക്ക് ഈ വീട്ടിൽ നിന്ന് കണ്ടു കിട്ടുകയായിരുന്നു. ഇത് വെറും ആരോപണത്തിന് പുറത്ത് മാത്രം ചെയ്ത ഒരു കൃത്യമാണ്. അതിനാൽ തന്നെ ഇവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ച ബന്ധുക്കളുടെ കാര്യങ്ങളാണ് ഈ ആകാശ് ഇപ്പോൾ പങ്കുവച്ചത്.